അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സൂറത്ത് യാസീൻ്റെ 61-ാമത്തെ ആയത്ത് വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും അതിൻ്റെ വ്യാഖ്യാനവുമാണ് നാം പറഞ്ഞു വന്നത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് സൂറത്ത് യാസീൻ്റെ അവസാന വീഡിയോ ആയ ഇതിൽ അവതരിപ്പിക്കുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറ അഫലം തകൂനു തഅക്കിലൂൻ. വലഖദ് അളല്ല മിൻകും, നിശ്ചയം ഒരുപാട് പേർ നിങ്ങളിൽ നിന്ന് നിരവധി പേരെ വഴി തെറ്റിച്ചിട്ടുണ്ട്. വലക്കത് അവല്ല മിക്കും, നിശ്ചയം നിങ്ങളിൽ നിന്ന് അവൻ വഴി തെറ്റിച്ചിട്ടുണ്ട്. ജിബില്ലൻ കസീറ, നിരവധി പേരെ. അഫലം തെക്കൂനു, എന്നിട്ടും നിങ്ങളായിട്ടില്ലേ, തഅക്കിലൂൻ, ചിന്തിക്കുന്നവരായിട്ടില്ലേ. വലക്കത് അവല്ല മിൻകും ജിബില്ലൻ കസീറ അഫലം തകൂനു തഅക്കിലൂൻ. തീർച്ചയായും നിങ്ങൾ വളരെയധികം പേരെ അവൻ വഴിതെറ്റിച്ചിട്ടുണ്ട്, എന്നിട്ട് നിങ്ങൾ അതൊന്നും ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ. ഹാദിഹി ജഹന്നമുല്ലത്തി കുൻതും തുഅദൂൻ. ഹാദിഹി, ഇതാണ് ജഹന്നം, നരകം. അല്ലത്തി കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട നരകമാണിത്. നിങ്ങളോട് താക്കീത് കൊണ്ടിരിക്കുന്ന നരകമാണിത്. ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും തക്ഫുറൂൻ. ഇസ്ലൗഹൽ യൗമ, ഇന്നത്തെ ദിവസം ഇതിൽ പ്രവേശിച്ചു കൊള്ളുക. ബിമാ കുൻതും, നിങ്ങളായ കാരണം കൊണ്ട്. തക്ഫുറൂൻ, നിഷേധികളായിരുന്നു എന്ന കാരണം കൊണ്ട്. ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും തക്ഫുറൂൻ, നിങ്ങൾ സത്യനിഷേധം സ്വീകരിച്ചവരായതുകൊണ്ട് ഇന്ന് ഇതിൽ പ്രവേശിച്ചു കൊള്ളുക. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അൽ യൗമ, ഇന്നത്തെ ദിവസം. നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായകൾക്ക് നാം സീല് ചെയ്യും. വതുകല്ലിമുന ഐദീഹിം, എന്നിട്ട് അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും. വതശ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ നമ്മോട് സാക്ഷി നിൽക്കും. ബിമാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ കുറിച്ച്. ആ ദിവസം അവരുടെ വായകൾക്ക് നാം മുദ്ര വെക്കുന്നതാണ്. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കുകയും അവരുടെ കാലുകൾ സാക്ഷിയാവുകയും ചെയ്യും എന്നാണ് ഈ ആയത്തിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം. വലൗ നശാഉ ലതമസ്നാ അലാ അയുനിഹിം ഫസ്തബഖു സിറാത ഫഅന്നാ യുബ്സിറൂൻ. വലൗ നശാഉ, നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ, ലതമസ്ന, നാം അന്ധമാക്കുമായിരുന്നു. അലാ അയുനിഹിം, അവരുടെ കണ്ണുകളിൽ. ഫസ്തബഖു സിറാത്ത, അപ്പോൾ വഴിയിലേക്ക് അവർ മുൻപോട്ട് വരും. ഫഅന്നാ യുബ്സിറൂൻ, എന്നാൽ അവരെങ്ങനെയാണ് കാണുക. നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരുടെ കണ്ണുകളെ നാം അന്ധമാക്കുമായിരുന്നു. അപ്പോൾ വഴിയിലേക്ക് അവർ മുമ്പോട്ട് വരും, എന്നാൽ അവരെങ്ങനെയാണ് കാണുക. വലൗ നശാഉ ലമസഖ്നാഹും അലാ മകാനതിഹിം ഫമസ്തതാഉ മുളിയം വലാ യർജിഊൻ. വലൗ നശാഉ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലമസഖ്നാഹും, അവരെ രൂപാന്തരപ്പെടുത്തുമായിരുന്നു. അലാ മക്കാനത്തിഹിം,
അവർ നിൽക്കുന്ന സ്ഥാനത്ത് വെച്ച്. ഫമസ്തതാഉ, അപ്പോൾ അവർക്ക് സാധിക്കുകയില്ല, മുവിയൻ നീ കഴിയാൻ. വലായർജിയൂൻ, മടങ്ങാനും. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ നിലകൊള്ളുന്ന സ്ഥാനത്ത് വെച്ച് തന്നെ നാം അവരെ രൂപാന്തരപ്പെടുത്തുമായിരുന്നു. അപ്പോൾ അവർക്ക് മുമ്പോട്ട് പോകാനോ പിമ്പോട്ട് പോകാനോ അവർക്ക് കഴിയുകയില്ല എന്നതാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖി അഫലാ യഅ്കിലൂൻ. വമൻ നുഅമ്മിറുഹു, ആർക്കെങ്കിലും നാം ദീർഘായുസ് നൽകുകയാണെങ്കിൽ, നുനക്കിസുഹു ഫിൽ ഖൽഖി, അവൻ്റെ പ്രകൃതിയിൽ നാം വിപരീതാവസ്ഥ വരുത്തുന്നു. അഫലാ യഅ്കിലൂൻ, അപ്പോൾ അവർ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലേ. വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖി അഫലാ യഅ്കിലൂൻ, ആർക്കെങ്കിലും നാം ദീർഘായുസ് നൽകുകയാണെങ്കിൽ അവൻ്റെ പ്രകൃതിയിൽ നാം വിപരീതാവസ്ഥ വരുത്തുന്നു, അപ്പോൾ അവർ ചിന്തിച്ച് ഗ്രഹിക്കുന്നില്ലേ എന്നതാണ് ഈ ആയത്തിൻ്റെ മുഴുവൻ അർത്ഥം വരുന്നത്. വമാ അല്ലംനാഹു ശിഅ്റ വമാ യൻബഗീ ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റും വഖുർആനും മുബീൻ. വമാ അല്ലംനാഹു ശിഅ്റ, അദ്ദേഹത്തിന് നാം കവിത പഠിപ്പിച്ചിട്ടില്ല. ആർക്ക്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാം കവിത പഠിപ്പിച്ചിട്ടില്ല. വമാ യൻബഗീ ലഹു, അത് അദ്ദേഹത്തിന് യോജിച്ചതുമല്ല, ആവശ്യമല്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ, എന്നാൽ ഇത് ഒരു ഓർമ്മപ്പെടുത്തലും തത്വോപദേശവും, വഖുർആനും മുബീൻ, വ്യക്തമായ ഖുർആനുമാകുന്നു. അദ്ദേഹത്തിന് നാം കവിത പഠിപ്പിച്ചിട്ടില്ല, അത് അദ്ദേഹത്തിന് യോജിച്ചതുമല്ല. ഇത് ഒരു സാരോപദേശവും അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലും വ്യക്തമായ ഖുർആനുമാകുന്നു എന്നാണ്. ഈ ഖുർആനെ പറ്റിയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞു തരുന്നത്. ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിക്കൽ ഖൗലു അലൽ കാഫിരീൻ. ലിയുൻദിറ മൻ കാന ഹയ്യൻ, ലിയുൻദിറ താക്കീത് ചെയ്യാൻ വേണ്ടി, മൻ കാന ഹയ്യൻ ജീവിച്ചിരിക്കുന്നവനെ താക്കീത് ചെയ്യാൻ വേണ്ടി, വയഹിക്കൽ ഖൗലു വാക്ക് സത്യമായി പുലരാനും, അലൽ കാഫിരീൻ വിശ്വാസികളുടെ മേൽ, അവിശ്വാസികളുടെ മേൽ. അതായത് ഈ ഖുർആൻ അവതരിപ്പിച്ചതിനെ പറ്റിയാണ് ഇത് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഖുർആൻ അവതരിപ്പിച്ചത്? ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിക്കൽ ഖൗലു അലൽ കാഫിരീൻ, ജീവിച്ചിരിക്കുന്നവരെ അദ്ദേഹം താക്കീത് ചെയ്യാനും സത്യനിഷേധികളുടെ മേൽ വാക്ക് സത്യസന്ധമായി പുലരാനും വേണ്ടിയാണ്. അവലൻ യറൗ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമ ഫഹും ലഹാ മാലികൂൻ. അവലൻ യറൗ, അവർ കാണുന്നില്ലേ, അന്നാ ഖലഖനാ ലഹും, നിശ്ചയം നാം അവരെ സൃഷ്ടിച്ചു, മിമ്മാ അമിലത് ഐദീനാ, മിമ്മ ഒരു ഒന്നിൽ നിന്ന്, അമിലത്ത് ഐദീന നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ച ഒന്നിൽ നിന്ന്, അന്നാമൻ കന്നുകാലികളെ, ഫഹും അവരാണെങ്കിലോ ലഹാ മാലിക്കൂൻ അവയെ ഉടമസ്ഥരാക്കുന്നു. അവനയ്യറൗ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമ ഫഹും ലഹാ മാലിക്കൂൻ. തീർച്ചയായും നാം സ്വന്തമായി പ്രവർത്തിച്ചുണ്ടാക്കിയതിൽ നിന്നും, അള്ളാഹു ഇവിടെ പറഞ്ഞത് എൻ്റെ കൈ കൊണ്ട്, നമ്മുടെ കൈകൾ കൊണ്ട് എന്നാണ്.
അപ്പോൾ ഈ ആയത്തിൻ്റെ ആശയം ഇങ്ങനെയാണ് വരുന്നത്: തീർച്ചയായും നാം സ്വന്തമായി പ്രവർത്തിച്ചുണ്ടാക്കിയതിൽ നിന്നും കന്നുകാലികളെ അവർക്ക് വേണ്ടി സൃഷ്ടിച്ചു കൊടുത്തത് അവരറിയുന്നില്ലേ? അപ്പോൾ അവർ അവയുടെ ഉടമസ്ഥന്മാരാകുന്നു. ആ കന്നുകാലികളെ അവർക്ക് നാം കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു, വിധേയരാക്കി കൊടുത്തിരിക്കുന്നു. ഫമിൻഹാ റകൂബുഹും, അങ്ങനെ അവയിൽ ചിലത് അവരുടെ വാഹനമാണ്, അല്ലെങ്കിൽ അവർക്ക് ചിലതിൽ വാഹനമുണ്ട്. വമിൻഹാ യഅ്കുലൂൻ, അവയിൽ നിന്ന് ചിലതിന് ഇവർ ഭക്ഷിക്കുകയും ചെയ്യുന്നു. അവയെ അവർക്ക് നാം വിധേയമാക്കി കൊടുത്തിരിക്കുന്നു. അങ്ങനെ അവയിൽ ചിലത് അവരുടെ വാഹനമാണ്, അവയിൽ നിന്ന് ചിലത് അവർ ഭക്ഷിക്കുകയും ചെയ്യുന്നു. വലഹും ഫീഹാ മനാഫിഉ വമശാരിബു അഫലാ യശ്കുറൂൻ. വലഹും ഫീഹാ, അവർക്ക് ആ അൻആമിൽ, ആ മൃഗങ്ങളിലുണ്ട്, മനാഫിഉ, ഒരുപാട് പ്രയോജനങ്ങളുണ്ട്, അപ്പം മശാരിബ്, പാനീയങ്ങളുമുണ്ട്. അഫലാ യശ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നില്ലേ? അവയിൽ അവർക്ക് മറ്റ് ചില പ്രയോജനങ്ങളും കുടിക്കാനുള്ള പാനീയങ്ങളുമുണ്ട്, എന്നിട്ടും അവർ നന്ദി കാണിക്കുന്നില്ലേ? അത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ. വത്തഖദൂ, അവർ സ്വീകരിച്ചു, മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ, ആലിഹത്തൻ, ദൈവങ്ങളെ, ലഅല്ലഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുന്നവരാകാൻ വേണ്ടി അള്ളാഹുവിനെ കൂടാതെ ചില ദൈവങ്ങളെ അവർ സ്വീകരിച്ചിരിക്കുന്നു. ലാ യസ്തതീഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ. ലാ യസ്തതീഊന നസ്റഹും, ലാ യസ്തതീഊന, ആ ഇലാഹുകൾക്ക്, ആ ദൈവങ്ങൾക്ക് കഴിയില്ല, നസ്റഹും, ഇവരെ സഹായിക്കാൻ കഴിയില്ല. വഹും, അവരാണെങ്കിലോ, ലഹും ജുന്ദുൻ മുഹ്ളറൂൻ, ഈ ഇലാഹുകൾക്ക് ഉള്ള സൈന്യമായി, സന്നദ്ധ സൈന്യമായി മാറിയിരിക്കുന്നു. ലാ യസ്തതീഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ, അവരെ സഹായിക്കാൻ ഇലാഹുകൾക്ക് കഴിയുകയില്ല. ഇവരാകട്ടെ ആ ഇലാഹുകൾക്ക്, ആ ദൈവങ്ങൾക്ക് ഒരു സന്നദ്ധ സൈന്യമായി മാറിയിരിക്കുന്നു. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. ഫലാ യഹ്സുൻക, അപ്പോൾ നബിയെ, നിങ്ങളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ, ഖൗലുഹും, അവരുടെ വാക്ക്, ഇന്നാ, നിശ്ചയമായും നാം, നഅലമു, അറിയുന്നു, മാ യുസിറൂന വമാ യുഅ്ലിനൂൻ, അവർ രഹസ്യമാക്കിയതിനെയും പരസ്യമാക്കിയതിനെയും നാം അറിയുന്നു. അതുകൊണ്ട് നബിയെ, അവരുടെ വാക്ക് താങ്കളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. തീർച്ചയായും അവർ രഹസ്യമാക്കിയതും പരസ്യമാക്കിയതും നാം അറിയുന്നുണ്ട് എന്നാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫ ഫഇദാ ഹുവ ഖസീമും മുബീൻ. അവലം യറൽ ഇൻസാനു, മനുഷ്യൻ കാണുന്നില്ലേ? അന്നാ ഖലഖനാഹു, നിശ്ചയം നാം അവനെ പടച്ചു, മിൻ നുത്ഫ, ശുക്ലത്തുള്ളിയിൽ നിന്ന് മനുഷ്യനെ നാം സൃഷ്ടിച്ചു. എന്നിട്ടോ ഫൈദാ ഹുവ ഖസീമുൻ, അങ്ങനെ അവൻ ശത്രുവായി. എന്നിട്ട് അവൻ എനിക്ക് ശത്രുവായി. മുബീൻ, വ്യക്തമായ ശത്രു. മനുഷ്യനെ ഒരു ശുക്ലബിന്ദുവിൽ നിന്നാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് അവൻ അറിയുന്നില്ലേ? എന്നിട്ട് അവനതാ എനിക്കൊരു പ്രത്യക്ഷ ശത്രുവായിരിക്കുന്നു എന്നാണ് ഈ വാക്യത്തിൻ്റെ മുഴുവൻ അർത്ഥം വരുന്നത്. വദറബ ലനാ മസലൻ വനസിയ ഖൽഖ ഖാല മൻ യുഹീൽ ഇളാമ വഹിയ റമീം. വദറബ ലനാ മസലൻ, അവർക്ക്
അല്ലെങ്കിൽ അവർ നമുക്ക് ഒരു ഉദാഹരണം എടുത്ത് കാണിക്കുകയും വനസിയ ഹൽക്കഹു സ്വന്തം സൃഷ്ടിപ്പിനെ മറന്നു കളയുകയും ചെയ്തിരിക്കുന്നു. കാല മൻ യുഹീൽ ഇലാമ, എന്നിട്ട് അവർ ചോദിക്കുന്നു, മൻ യുഹീൽ ഇലാമ, എല്ലുകളെ ജീവിപ്പിക്കുന്നവൻ ആരാണ്? വഹിയ റമീം, ആ എല്ലുകൾ ജീർണിച്ചു പോയ സ്ഥിതിക്ക്. ഇത് എല്ലാ കാലത്തും കാഫിര്യങ്ങളുടെയും യുക്തിവാദികളുടെയും ഒരു ചോദ്യമാണ്. അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ശരീരം ജീർണിച്ച് അസ്ഥി കൂടവും ദ്രവിച്ച എല്ലുകളും ആകുമല്ലോ, അതിനെ ആരെങ്ങനെയാണ് ജീവിപ്പിക്കുക? അതാണ് ഈ ആയത്ത് പരാമർശിക്കുന്നത്. വദറബലന മസലൻ വനസിയ ഖൽഖ ഖാല മൻ യുഹീൽ ഇളാമ വഹിയ റമീം. അവർ നമുക്കൊരു ഉപമ എടുത്തു കാട്ടുകയും സ്വന്തം സൃഷ്ടിപ്പിനെ മറന്നു കളയുകയും ചെയ്തിരിക്കുന്നു. അവർ ചോദിക്കുന്നു, ഈ അസ്ഥികളെ അവ പഴകി ജീർണിച്ച അവസ്ഥയിൽ ആരാണ് ജീവിപ്പിക്കുക? കുൽ യുഹിയല്ലദീ അൻശാഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. കുൽ, നബിയെ അവരോട് പറയണം, യുഹീഹ അല്ലദീ, ആ പഴകി ദ്രവിച്ച എല്ലുകളെ ഒരുത്തൻ ജീവിപ്പിക്കും. ആര്? അൻഷാഹ, അതിനെ അവൻ സൃഷ്ടിച്ചു. അവ്വല മറ, ആദ്യത്തെ പ്രാവശ്യം അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രാവശ്യം. വഹുവ, അവനാകട്ടെ ബികുല്ലി ഖൽഖിൻ അലീം, എല്ലാ സൃഷ്ടികളെ കൊണ്ടും അറിവുള്ളവനാണ്. താങ്കൾ പറയുക, ഒന്നാമതായി അവയെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ തന്നെ അവയെ രണ്ടാമതും ജീവിപ്പിക്കും. അവൻ എല്ലാ സൃഷ്ടികളെക്കുറിച്ചും ശരിക്കും അറിയുന്നവനാണ്. അല്ലദീ ജഅല ലക്കും മിനശ് ശജരിൽ അഖ്ളരി നാറാ ഫൈദാ അൻതും മിൻഹു തൂഖിദൂൻ. അല്ലദീ, ഒരുത്തൻ, ജഅല ലക്കും മിനശ് ശജരിൽ അഖ്ളരി, പച്ചയായ മരത്തിൽ അവൻ ഉണ്ടാക്കി, ഞാറൻ തീയുണ്ടാക്കി തരുന്നവൻ. ഫൈദാ അൻതും, അപ്പോൾ നിങ്ങൾ, മിൻഹു, ആ തീയിൽ നിന്ന്, തൂക്കിയതുൻ, കത്തിച്ചെടുക്കുന്നവരാണ്. അതായത് പച്ചമരത്തിൽ നിന്ന് നിങ്ങൾക്ക് തീ ഉണ്ടാക്കി തരുന്നവനാണ് ഇങ്ങനെ രണ്ടാമതും എല്ലുകളെ പുനർജീവിപ്പിക്കുന്നവൻ. എന്നിട്ട് നിങ്ങളത് അതിൽ നിന്ന് കത്തിക്കുന്നു. അതാണ് ഈ ആയത്തിൻ്റെ മുഴുവൻ അർത്ഥം. അവലൈസല്ലദീ ഖലഖ സ്സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുക മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. അവലൈസല്ലദീ ഖലഖ സ്സമാവാതി വൽ അർള ബിഖാദിരിൻ, ഭൂമികളെ സൃഷ്ടിച്ചവൻ കഴിവില്ലാത്തവനാണോ? അലാ അൻ യഖ്ലുക മിസ്ലഹും, അവരെ പോലെയുള്ളത് സൃഷ്ടിക്കാൻ. ബല, തീർച്ചയായും അവൻ തന്നെയാണ്. ബഹുവൽ ഖല്ലാഖുൽ അലീം, അവൻ തന്നെയാണ് മഹാസൃഷ്ടാവും സർവജ്ഞനും. അവലൈസല്ലദീ, ഒരുത്തനല്ലേ, ഖലഖ സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ച ഒരുത്തൻ അല്ലയോ? ബിഖാദിൻ, കഴിവുള്ളവനല്ലേ? അലാ അൻ യഖ്ലുക മിസ്ലഹും, അവരെ പോലെയുള്ളതിനെ സൃഷ്ടിക്കുന്നതിന് കഴിവുള്ളവനല്ലേ? ബല, അതെ. വഹുവൽ ഖല്ലാഖുൽ അലീം, അവനാണ് മഹാസൃഷ്ടാവും സർവജ്ഞനും. ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹു അവരെ പോലെയുള്ളത് സൃഷ്ടിക്കാൻ കഴിവുള്ളവനല്ലേ? അതേ, കഴിവുള്ളവൻ തന്നെയാണ്. അവൻ തന്നെയാണ് മഹാസൃഷ്ടാവും സർവജ്ഞനും. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഇന്നമാ അംറുഹു, നിശ്ചയം അള്ളാഹുവിൻ്റെ കാര്യം ഇതാണ്. ഇദാ അറാദ ശൈഅൻ, അവനെങ്ങാനും ഒരു കാര്യം ഉദ്ദേശിച്ചാൽ, അൻ യഖൂല ലഹു കുൻ, അതിനോട് പറയും നീ ഉണ്ടാവുക.
ഫയക്കൂൻ, അപ്പം അതുണ്ടാവുകയും ചെയ്യും. തീർച്ചയായും അവൻ്റെ കാര്യം ഇതാണ്, ഒരു വസ്തു ഉണ്ടാകണമെന്ന് അവൻ ഉദ്ദേശിച്ചാൽ അതിനെപ്പറ്റി ഉണ്ടാവുക എന്ന് പറയുകയേ വേണ്ടൂ, അപ്പോഴത് ഉണ്ടാകും. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഇലൈഹി തുർജഊൻ. ഫസുബ്ഹാനല്ലദീ, അപ്പോൾ ഒരുത്തൻ മഹാപരിശുദ്ധൻ, അള്ളാഹു മഹാപരിശുദ്ധൻ. ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ, അവൻ്റെ കയ്യിലാണ് രാജാധിപത്യം മുഴുവനും. വൈലൈഹി, അവനിലേക്കാണ് തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നതും. അപ്പോൾ എല്ലാ വസ്തുക്കളുടെയും രാജാധിപത്യം ആരുടെ കയ്യിലാണോ അവൻ, അതായത് അള്ളാഹു മഹാപരിശുദ്ധനാണ്, അവങ്കലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുന്നതും. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സൂറത്ത് യാസീൻ എന്ന ഈ അധ്യായം പൂർണ്ണമായ തോതിൽ ഞാൻ മനസ്സിലാക്കിയ രൂപത്തിൽ അർത്ഥം പറയാനും അതിൻ്റെ ആശയം പറഞ്ഞു തരാനും സാധിച്ചു. അള്ളാഹുവേ, നിനക്ക് നന്ദി. ഇതിന് എന്നെ പ്രാപ്തനാക്കിയ, എനിക്ക് ഇത്തരം അറിവുകൾ അല്ലെങ്കിൽ ട്രാൻസ്ലേഷനും ഭാഷാ പരിജ്ഞാനവും നൽകാൻ എന്നെ കഴിവുള്ളവനാക്കിയ ഒരുപാട് ഉസ്താദുമാർ, അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ, അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, നമ്മെയും അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സൂറത്ത് യാസീൻ്റെ വ്യാഖ്യാനമാണ് ഇതുവരെ പറഞ്ഞു വന്നത്. എല്ലാ നിലക്കും നമുക്കറിയാം, നമ്മുടെ പ്രാർത്ഥനകളിൽ ഉപയോഗിക്കപ്പെടുന്ന ഈ സൂറത്തിൻ്റെ ഈ വീഡിയോകൾ കണ്ടുകൊണ്ട് 4-5 വീഡിയോകളാണുള്ളത്. ഇത് കണ്ടുകൊണ്ടെങ്കിലും ഇതിൻ്റെ അർത്ഥം ഓരോ സമയത്ത് യാസീൻ ഓതുമ്പോഴും ഇതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും നമ്മുടെ മനസ്സിൽ ഓടിയെത്തണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.